എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഞങ്ങള് കുറച്ചു കാലമായിട്ട് ഇവിടെ സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ശ്യാം പുഷ്കറിനൊക്കെ ഞങ്ങളെ അറിയാം. അപ്പൊ ദിലീഷ് പോത്തൻ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ ഇങ്ങനെ നാടകങ്ങളെ കുറിച്ചിട്ടും അപ്പൊ കാലടിയിൽ പഠിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഈ ഏരിയയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നതല്ലേ, എന്തെങ്കിലും അതായത് എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള മാർഗം ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആദ്യം ആ വേഷത്തിലേക്ക് സെലക്ട് ചെയ്തത്. പിന്നെ പിന്നെ രസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നീ അഭിനയിക്കാനുള്ള റോളുകളൊന്നും വിടണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത്. അവിടുന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങിയല്ലേ? അവിടുന്ന് പിന്നെ മെല്ലെ ഇത് ഈ റോള് എല്ലാവരും കണ്ടു. ആക്ച്വലി മഹേഷിന്റെ പ്രതികാരത്തിലെ വേഷം എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ കോസ്റ്റ്യൂമർ സമീറ സനീഷ് വേറൊരു സിനിമയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ആ വർക്കിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വേറെ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടും പിന്നെ കണ്ട ആരെങ്കിലും ഒക്കെ ഇയാളെയും കൂടി ഒരു ക്യാരക്ടറിലേക്ക് വിളിച്ചേക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ ചെറിയ റോളുകളിൽ വന്നു തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും മിന്നൽ മുരളിയും വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇയാളൊരു വേഷത്തിനൊക്കെ എടുക്കാം എന്നുള്ള ആ നിലവാരത്തിലേക്കായി തോന്നുന്നു.